ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു ഫുഡ് വൈബ്സ്. ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ പുറത്ത് താമസിക്കുന്നവർ, അതായത് നാട്ടിലല്ലാതെ കേരളത്തിലല്ലാതെ നമ്മൾ പുറത്ത് താമസിക്കുന്നവർ, മിഡിൽ ഈസ്റ്റിലോ യൂറോപ്യൻ കൺട്രീസിലോ എവിടെയെങ്കിലും താമസിക്കുന്നവർ നാട്ടിൽ പോയി വരുമ്പോൾ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അതേപോലെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ഐറ്റംസും അത് എങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത് എന്നാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, പക്ഷേ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെറൈറ്റീസ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെന്ന്. ഫസ്റ്റ് തിങ് തേങ്ങ തന്നെയാണ്. അതായത് നമ്മൾ എപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിലും അമ്മ കൊടുത്തു വിടുന്നൊരു സാധനമാണ് തേങ്ങ ചിരകിയത്. തേങ്ങ ചിരകിയത് ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ടും അതേപോലെ തേങ്ങ കുറച്ച് വറുത്തത് ഇങ്ങനെയും കൊടുത്തു വിടും. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 സിപ്പ് ലോക്ക് ബാഗ് കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് തേങ്ങയാണ്. പിന്നെ ഉള്ളത് വെളിച്ചെണ്ണ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 ബോട്ടിലൊക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഏട്ടൻ മാത്രം ആയതുകൊണ്ട് ഒരു പെട്ടിയിൽ 2 ലിറ്ററേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് ചിലപ്പോൾ പാക്കറ്റിലാക്കിയിട്ടാവും കൊണ്ടുവരിക. അതായത് പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു മില്ലിൽ ആട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ വാങ്ങിയിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കിയിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ സെക്കൻഡ് തിങ് വെളിച്ചെണ്ണ. പിന്നെ ഉള്ളത് പപ്പടം. നമ്മുടെ നാട്ടിൽ വീടിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവുമല്ലോ പപ്പടം. അങ്ങനത്തെ നല്ല അടിപൊളി പപ്പടമാണ്. ഇവിടെ കിട്ടുന്ന പോലെ കട്ടിയുള്ള പപ്പടമല്ല, നല്ല സ്വാദുള്ളതും കുറച്ച് കട്ടിയില്ലാത്തതുമായിട്ടുള്ള പപ്പടം. അത് കൊണ്ടുവരാറുണ്ട് നാട്ടിൽ പോയി വരുമ്പോൾ. പിന്നെ ഉള്ളത് അരിപ്പൊടി എന്ന് വെച്ചാൽ പുട്ടുപൊടിയും കൊണ്ടുവരും, ഇടിയപ്പത്തിൻ്റെ പൊടിയും കൊണ്ടുവരും. ഇത് അമ്മ വീട്ടിൽ അരി കഴുകി അങ്ങനെ ഉണക്കിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ അത് കൊണ്ടുവരും. ഇത് പുട്ടുപൊടി, തരിയുള്ള പുട്ടുപൊടിയാണ്. പിന്നെ ഇത് ഇടിയപ്പത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം തരിയില്ലാത്ത ടൈപ്പ് പുട്ടുപൊടി. അപ്പോൾ അത് രണ്ടും കൊണ്ടുവരും. പിന്നെ ഇതുള്ളത് പുളിയാണ്. വീട്ടിൽ തന്നെ വാങ്ങി കുരുക്കുത്തി എടുക്കുന്ന പുളിയാണ്. അത് നമ്മുടെ സാധാ സാമ്പാർ പുളി എന്ന് പറയില്ലേ, അതും. പിന്നെ ഇത് കുടംപുളി, നമ്മൾ മീനിൽ ഇടുന്ന കുടംപുളിയാണിത്. അത് രണ്ടും കൊണ്ടുവരും. ഇങ്ങനെ എല്ലാം സിപ്പ് ലോക്കിൽ ആക്കിയിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, പാക്ക് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്പേസ് കൺസ്യൂമിങ് അല്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ സിപ്പ് ലോക്കിലാക്കിയിട്ട് കൊണ്ടുവരും. അത് പുളി. പിന്നെ ഉള്ളത് കുറച്ചധികം സാധനങ്ങളുണ്ട്. ഒരു വലിയ സിപ്പ് ലോക്കിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓൾ ക്രെഡിറ്റ്സ് ടു അമ്മ അവിടെ നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി കൊടുത്തുവിടുന്ന സാധനങ്ങളാണ്. ഇത് പെരിഞ്ജീരകം. ഇതെല്ലാം കഴുകി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട്. പിന്നെ കടുക്, ജീരകം, നമ്മുടെ സാധാ ജീരകം. പിന്നെ ഉഴുന്ന്. ഈ ഉഴുന്ന് എന്തിനാണെന്ന് വെച്ചാൽ, ഉഴുന്ന് ഇതും കഴുകി ഉണക്കിയിട്ടുള്ള ഉഴുന്നാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉഴുന്ന് വറവിടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മ കഴുകി ഉണക്കി തന്നുവിടും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവില്ലേ. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാനാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിട്ടാണ് എടുക്കുക. പക്ഷേ ഇത് നമ്മൾ നേരിട്ട് ഇടുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അമ്മ കഴുകി ഉണക്കി തന്നുവിടും. അപ്പോൾ അതാണിത് ഉഴുന്ന്. ഇതേപോലെ തന്നെ കുരുമുളക്, മല്ലി, ഉലുവ അതെല്ലാം കഴുകി ഉണക്കി തന്നു വിടാറുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ കയ്യിൽ കുറേശ്ശെ ഇരിക്കുന്നത് കൊണ്ട് അതൊന്നും പ്രാവശ്യം കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെ ഏട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് ലഗേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രാവശ്യം കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെ ഉള്ളത് എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനം തന്നെയാണ്. ഇത് കശ്മീരി ചില്ലി പൗഡറാണ്. ഇത് അച്ഛനിങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സിപ്പ് ലോക്കിൻ്റെ ബാഗിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കശ്മീരി ചില്ലി പൗഡർ. ഇതും അവിടെ വാങ്ങിയിട്ട് നമ്മൾ ഒന്ന് ഉണക്കും, എന്നിട്ട് തൊട്ടടുത്തുള്ള മില്ലിൽ കൊടുത്തു വിട്ടിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി.
മഞ്ഞളും വാങ്ങി നന്നായി കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക്, ഇത് നമ്മുടെ സാദാ മുളക് പൊടി, പിന്നെ ഉള്ളത് മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇപ്രാവശ്യം ചെറിയ പാക്കറ്റാണ്. സാധാരണ നമ്മൾ വരുമ്പോൾ ഇങ്ങനത്തെ വലിയ സിപ്പ് ലോക്കിൽ, അതായത് ഇങ്ങനത്തെ സിപ്പ് ലോക്കിൽ കൊണ്ടുവരികയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറേ കാലം ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ലഗേജിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ചാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇനി വെക്കേഷൻ ആകുമ്പോൾ നാട്ടിൽ പോകുമല്ലോ, അതുവരെ ഇതെന്തായാലും ഈ പൊടിയെല്ലാം ലാസ്റ്റ് ചെയ്യും നമുക്ക്. അപ്പോൾ ഞാൻ ഒരിക്കലും പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊന്നും ഇവിടുന്ന് വാങ്ങാറില്ല. എല്ലാം അമ്മ നാട്ടിൽ നിന്ന് ഇങ്ങനെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് തന്നുവിടുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യാറ്. അതാണ്. പിന്നെ ഉള്ളത് എല്ലാ പ്രാവശ്യവും ആര് വരികയാണെങ്കിലും കൊടുത്തുവിടുന്ന സാധനമാണ് കറിവേപ്പില. ഫ്രഷ് കറിവേപ്പില ഇങ്ങനെയാക്കിയിട്ട് കൊടുത്തുവിടും. ഇത് കുറച്ച് കാലം, നമുക്കൊരു 3-4 ആഴ്ചയൊക്കെ സുഖമായിട്ട് ഇത് ഇരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചിയുണ്ട്, നാടൻ ഇഞ്ചി. പിന്നെ ഇത് നെയ്യാണ്. നെയ്യ് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുത്തുവിടുക. ഇത് വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ്, അത് കൊടുത്തുവിടും. ആദ്യം ഒരു ബോട്ടിൽ നെയ്യാക്കിയിട്ട് അതിനെ ക്ലിംഗ് റാപ്പ് കൊണ്ട് നന്നായിട്ട് ചുറ്റും. എന്നിട്ട് പിന്നെ വേറൊരു എക്സ്ട്രാ കവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യും. ഇങ്ങനെയാണ് കൊടുത്തു വിടാറ്. ഞാനത് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക. ആദ്യം ക്ലിംഗ് ഫിലിം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചുറ്റും. അതിന് ശേഷമാണ് ഈ കവർ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും പുറത്തേക്ക്, അഥവാ ഇനി പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാക്കിയിട്ടാണ് കൊടുത്തു വിടുക കേട്ടോ. ഇതേപോലെ തന്നെയാണ് വെളിച്ചെണ്ണയും കൊടുത്തു വിടുക. അപ്പോൾ ഇതിങ്ങനെ കട്ടിയായിരിക്കുമ്പോൾ ലീക്കാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ലീക്ക് ആവുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളിലേക്കോ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതാണ് നെയ്യ്. അതേപോലെ തന്നെയാണ് ഇത് പിക്കിൾസാണ്, അതായത് കടുമാങ്ങ, മാങ്ങ അച്ചാർ, നാരങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പിക്കിൾസ് ഒരു സിപ്പ് ലോക്കിലാക്കും. അതിന് ശേഷം വേറൊരു സിപ്പ് ലോക്കിലാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ സീൽ ചെയ്യും, ഈ എന്താ പറയുക സെല്ലോ ടേപ്പ് വെച്ചിട്ട്. അപ്പോൾ ഒട്ടും ലീക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ആദ്യം ഒരു കവറിലാക്കിയിട്ട് അതിനെ ഒരു സിപ്പ് ലോക്കിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ. അപ്പോൾ ഇത് എന്തെങ്കിലും അഥവാ ഇപ്പോൾ എണ്ണയൊക്കെ പുറത്തേക്ക് ലീക്ക് ആവുക എന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ സിപ്പ് ലോക്കിൻ്റെ ഉള്ളിലേ ആവുള്ളൂ. ഇനി ഇതിനെ വേറൊരു സിപ്പ് ലോക്കിലും കൂടെ ഇടും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ലീക്ക് ആവാതെ നമുക്ക് കിട്ടും. സാധാരണ കടുമാങ്ങയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ലീക്ക് ചെയ്യാറുണ്ട്, അതേപോലെ ഈ പിക്കിളൊക്കെ കുറച്ച്. പക്ഷേ അത് ഈ കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒട്ടും നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസിലേക്ക് ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് പിക്കിൾ കൊണ്ടുവരാറ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിത് ഗ്ലാസ് ബോട്ടിൽസിൽ ആക്കിയിട്ട് വെക്കും. ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽസിലാക്കിയിട്ട് ഞാൻ വെക്കാറില്ല. പിക്കിൾസ് എല്ലാം ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽസിലാണ് ആക്കി വെക്കാറ്. അപ്പോൾ അതൊരു ഐറ്റം. പിന്നെന്താ, പിന്നെ ഉള്ളത് നമ്മുടെ സാദാ ചെറിയ ഉള്ളി കൊണ്ടുവരാറുണ്ട് നാട്ടിൽ നിന്ന് കുറേ. പിന്നെ വീട്ടിലുണ്ടായ മാങ്ങ, ഇടിച്ചക്ക, പിന്നെ അമ്മ എല്ലാ പ്രാവശ്യവും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ്. അപ്പോൾ ചിപ്സ് വറുത്ത് കൊടുത്തു വിടും. പിന്നെ ഇത് വീട്ടിലുണ്ടായ മുരിങ്ങക്കായ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ്. പിന്നെ വേറെ കൊണ്ടുവരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നേന്ത്രപ്പഴം. ഇവിടെ കിട്ടുന്ന പഴം ഉള്ളിലിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കട്ടിയായിരിക്കും. കല്ലിപ്പ് എന്ന് പറയും നമ്മൾ, അതാണ് ഉണ്ടാവുക. അപ്പോൾ നാട്ടിലെ പഴത്തിന് അങ്ങനെയല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് പഴം, ഈ പഴവും കൊണ്ടുവരാറുണ്ട്. പിന്നെ ചെറുപഴമില്ലേ, അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇത് അമ്മ ഒരു ചട്ടി നാട്ടിൽ നിന്ന് നന്നായിട്ട് മയക്കിയിട്ട് കൊടുത്തു വിട്ടതാണ്, നമ്മൾ മീൻകറി വയ്ക്കുന്ന ചട്ടി, അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ സാധാരണ പാത്രങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഞാൻ പോയി വരികയാണെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടൈം നാട്ടിൽ പോയി വരുമ്പോൾ ബാക്കി എക്സ്ട്രാ എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം സിപ്പ് ലോക്കിൽ നിന്ന് തിരിച്ച് അതിൻ്റെ കണ്ടെയ്നേഴ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നേഴ്സ് എല്ലാം കഴുകി വെച്ചിട്ട് പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്കത് ആക്കി വയ്ക്കാൻ എളുപ്പമാണ്. എല്ലാം അതിൻ്റേതായ കണ്ടെയ്നേഴ്സിലേക്ക്
ആക്കിയിട്ടുണ്ട്. ഇത് കുടംപുളിയാണ്. ഇത് നമ്മുടെ സാദാ പുളി, സാമ്പാർ പുളി. പിന്നെ പുട്ടുപൊടി, അത് ഇടിയപ്പത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എല്ലാം പിക്കിള്, അങ്ങനെ എല്ലാം ഞാൻ കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ സപ്പോർട്ടിങ്.